ഓക്കെ സർ. അപ്പം ഞങ്ങൾ ഉറങ്ങാം. അമ്മേ, ഞങ്ങള് രജിസ്ട്രേഷന് വേണ്ടി പോവാം. ഒരു തടസ്സം ഇല്ലാത്ത കാര്യങ്ങൾ നടക്കാൻ അമ്മയുടെ പ്രാർത്ഥന അനുഗ്രഹം ഉണ്ടാവണം. ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ നിങ്ങൾ പുറപ്പെടുന്നത്. ഭഗവാൻ എപ്പോഴും കൂടെ ഉണ്ടാവും. ആ പിന്നെ രജിസ്ട്രേഷന് വേണ്ട പേപ്പറുകളും ചെക്കുകളും ഒക്കെ എടുത്തല്ലോ. അവസാനം അതെടുത്തില്ല ഇതെടുത്തില്ല എന്നും പറഞ്ഞൊരു ബുദ്ധിമുട്ടുണ്ടാവരുത്. എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. എങ്കി വാ, രാഹുകാലം തുടങ്ങുന്നതിന് മുമ്പ് അങ്ങ് ഇറങ്ങ്. ചെല്ലേ വാ. ഓ, കളിച്ചു ചിരിച്ച് ദൈവം കൂടെ ഉണ്ടെന്ന വിശ്വാസത്തിൽ തന്നെ പോ. ചിരിച്ചുകൊണ്ടിപ്പോ പോകുന്ന നീ കരഞ്ഞുകൊണ്ടായിരിക്കും തിരിച്ചു വന്ന് കയറുന്നത്. രജിസ്ട്രാർ ഓഫീസില് നിന്നെ കാത്ത് ഒരു ഉഗ്രൻ സംഭവം ഇരിപ്പുണ്ട്. ചെല്ല്. മിനിറ്റിനുള്ളിൽ എത്തുമെന്ന് പറഞ്ഞിട്ട് സോമശേഖരൻ സാർ എത്തിയ ലക്ഷണമില്ലല്ലോ. അന്യായ ട്രാഫിക് അല്ലേ, നമ്മൾ ബൈപ്പാസ് പിടിച്ച് കയറിയതുകൊണ്ടാ ഇപ്പൊ എത്തിയത്. ഏതായാലും നോക്കാം. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. എന്തായി കാര്യങ്ങൾ? രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും നടത്താം. ആ പ്രോപ്പർട്ടിയുടെ ഓണർ ഒന്ന് വന്നോട്ടെ. വന്ന ഉടനെ ഞങ്ങൾ അകത്തേക്ക് വരാം. രജിസ്ട്രാർക്ക് ഒരു മീറ്റിങ്ങിന് പോകാനുള്ളതാ. അതുകൊണ്ട് ഒരുപാട് ടോക്കൺ കൊടുത്തിട്ടില്ല. മാക്സിമം ഒന്ന് സ്പീഡപ്പ് ചെയ്യണേ. ഗൗതം, സോമശേഖരൻ സാറിനെ ഒന്ന് വിളിച്ചു നോക്കി. ടോക്കൺ തന്നിരിക്കുന്ന സമയം കഴിഞ്ഞ രജിസ്ട്രാർ ഇറങ്ങും. വിളിക്കാം. എന്ത് പറ്റുന്നറിയില്ല, പുള്ളിക്കാരൻ ഫോൺ എടുക്കുന്നില്ലല്ലോ. ചിലപ്പോ ഡ്രൈവിംഗിലായതുകൊണ്ടായിരിക്കും. നേരത്തെയും ഡ്രൈവിംഗിലായിരുന്നപ്പോഴല്ലേ പുള്ളി ഫോൺ എടുത്തത്. പിന്നെ ഇപ്പം എന്താ പ്രശ്നം? ഒന്നും കൂടെ ഒന്ന് വിളിച്ചു നോക്കി.